ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ വിഷം നൽകി ഗ്രീഷ്മ കൊലപ്പെടുത്തിയെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. ആ കണ്ടെത്തലിലേക്ക് തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ യാത്ര അത്ര സുഗമമായിരുന്നില്ല. കേസ് ഏറ്റെടുത്ത ഉടൻ തന്നെ ക്രൈംബ്രാഞ്ച് സംഘം ആദ്യം ചെയ്തത് കൃത്യമായി ഗൃഹപാഠം ചെയ്യുക എന്നതായിരുന്നു. പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷമായിരുന്നു ക്രൈംബ്രാഞ്ച് സംഘം ഗ്രീഷ്മയെയും കുടുംബത്തെയും ചോദ്യം ചെയ്യാൻ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചത്. റൂറൽ എസ് പി ആയിരുന്ന ഡി ശില്പയുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യൽ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന ആത്മവിശ്വാസത്തിലെത്തിയ ഗ്രീഷ്മയെ ഉലച്ചിടുന്നതായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യാവലികൾ. 1 മണിക്കൂറിൽ തന്നെ പിടിച്ചു നിൽക്കാനാകാതെ ഗ്രീഷ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അന്വേഷണ സംഘത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞു, ഞാൻ അവനെ കൊന്നതാണ്. അടുത്ത മണിക്കൂറുകളിൽ ക്രൈംബ്രാഞ്ച് സംഘം കേട്ടിരുന്നത് സ്വന്തം കാമുകനെ ചതിയിലൂടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ വിഷം കലർത്തി ഇഞ്ചിഞ്ചായി കൊല്ലാൻ അവൾ തയ്യാറാക്കിയ ഞെട്ടിപ്പിക്കുന്ന പദ്ധതികളായിരുന്നു. പിന്നീട് അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ടായിരുന്ന വെല്ലുവിളി ഈ കുറ്റസമ്മതത്തിന് അനുസൃതമായി തെളിവുകൾ കണ്ടെത്തുക എന്നതായിരുന്നു. ആ തെളിവുകൾ കോടതിയുടെ ബോധ്യത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും 100% കഴിഞ്ഞു. വിഷാംശം ഷാരോണിന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഉണ്ടാകാതിരുന്നത് ആദ്യഘട്ടത്തിൽ വെല്ലുവിളിയായിരുന്നു. വിഷാംശം ശരീരത്തിലോ വസ്ത്രത്തിലോ അല്ലെങ്കിൽ വിസറയിലോ ഒന്നും തന്നെ ഷാരോണിൽ നിന്ന് കണ്ടെത്തിയില്ല എങ്കിലും അത് വളരെ വിദഗ്ധമായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളിലൂടെയും വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായങ്ങളിലൂടെയും അതിന് ഉപോത്ബലകമായിട്ടുള്ള മറ്റ് ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകൾ ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിലെത്തിക്കഴിഞ്ഞ ശേഷം 10 മണിയോടെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് 20 മിനിറ്റോളം അതിനകത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളതിന് യാതൊരു സാക്ഷിമൊഴികളുമില്ല. പുറത്ത് ഇറങ്ങി വരുമ്പോൾ പച്ച നിറത്തിൽ ഛർദ്ദിച്ചുകൊണ്ട് വരുന്നത് മാത്രമാണ് ഇതിനകത്ത് രണ്ടാം സാക്ഷി റെജിൻ കാണുന്നത്. അതിനുശേഷമുണ്ടായ കാര്യവും റെജിനോട് അവൾ ചതിച്ചു എന്ന് പറയുന്ന മൊഴിയിൽ നിന്ന് തുടങ്ങുന്ന കാര്യമാണ് പിന്നെ അവസാനത്തെ തെളിവുകൾ എത്തുന്നത് വരെ ഉണ്ടായ സാഹചര്യ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും ഇവിടെ നിർണായകമായി. മെഡിക്കൽ റിപ്പോർട്ടായിരുന്നു അതിനേക്കാൾ സഹായകരമായത്. ഷാരോണിനൊപ്പം ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോയ സുഹൃത്തിന്റെ മൊഴിയടക്കം കുറ്റപത്രത്തിന്റെ കരുത്തുകൂട്ടി. റെജിനാണ് കൂടെ പോയത്. വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ഉടനെ തന്നെ റെജിന്റെ മുമ്പിൽ വെച്ചാണ് ഛർദ്ദിക്കുന്നത്. അതിന് പച്ച കളറായിരുന്നു. പിന്നെ 3 സ്ഥലങ്ങളിൽ വെച്ചിട്ടും പയ്യൻ ഛർദ്ദിക്കുകയും റെജിനോട് തന്നെ അവൾ എന്നെ ചതിച്ചു എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. വന്നിട്ട് പിന്നെ അവശനായ പിന്നീട് ഇയാൾ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുവന്നവർ. അതുകൊണ്ട് ഇവർ പോയ സമയത്ത് പുറപ്പെട്ട് വീട്ടിൽ നിന്നും ഗ്രീഷ്മയുടെ വീട്ടിലെത്തുന്നവരെയുള്ള CCTV ഫുട്ടേജുകളിലെല്ലാം തന്നെ ഇവർ കടന്നു പോകുന്ന ദൃശ്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ FSL വഴി ശാസ്ത്രീയമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്, തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ പയ്യന് അവൾ എന്തോ കലക്കി കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ അവന് സംഭവിച്ചതെന്ന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വരുന്ന വഴിക്ക് തന്നെ കൂട്ടുകാരനോട് പറഞ്ഞത് അവൾ എന്നെ ചതിച്ചു എന്ന് പറഞ്ഞത്. പിന്നീട് മരണപ്പെട്ടു പോകുമെന്ന് ഏകദേശം 90% ഉറപ്പായ സമയത്താണ് മരിക്കുന്നതിൻ്റെ ദിവസം രാവിലെ 5 മണിക്ക് ICUവിൽ കയറിയ അച്ഛനോട് ഈ കാര്യങ്ങളെല്ലാം ഈ പയ്യൻ പറയുന്നത്. ഷാരോൺ എത്തിയ ഗ്രീഷ്മയുടെ വീട് തമിഴ്നാട്ടിലാണെന്ന പ്രതിഭാഗത്തിന്റെ വാദത്തെ മറികടക്കുന്നത് എങ്ങനെയെന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ മറ്റൊരു വെല്ലുവിളി. ഇതിൽ ഏറ്റവും വലിയ ചലഞ്ചായിരുന്നു ഇത് കേരളത്തിലാണോ നടന്നത് തമിഴ്നാട്ടിലൂടെ നടന്നതെന്നുള്ള ഡിസ്പ്യൂട്ട് ആയിരുന്നു പ്രധാനമായിട്ടും. അതിന് നമ്മൾ ചാർജ് ഞാൻ അന്വേഷണം എടുത്ത ശേഷം അതിനകത്ത് കേസിലെ ഇതിൽ കേരളത്തിലാണ് ഇതിന്റെ സംഭവം നടന്നത്. കേരളത്തിൽ നിന്നും ഈ പയ്യനെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടാണ് ഈ മരണം നടത്തിയതെന്നുള്ളതിന്റെ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുകയും അതിന്റെ ഭാഗമായിട്ട് അത് കോടതി അത് വിലയിരുത്തി അത് ശരിയാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അതിനെതിരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവർക്ക് അത് സുപ്രീം കോടതി വരെ ചലഞ്ച് ചെയ്ത് പോയ കേസാണ്. കേരളത്തിൽ നിന്ന് ഷാരോണിനെ പ്രതി ഗ്രീഷ്മ തമിഴ്നാട്ടിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് വിഷം കുടിപ്പിച്ചതെന്ന തെളിവാണ് അന്വേഷണ സംഘത്തെ ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റിയത്. ആത്മഹത്യാ പ്രവണതയുള്ള ഗ്രീഷ്മ സ്വയം മരണം വരിക്കാൻ കഷായത്തിൽ വിഷം കലർത്തിയെന്നും വീട്ടിലെത്തിയ ഷാരോൺ അതെടുത്ത് കുടിച്ചെന്നുമായിരുന്നു പ്രതിഭാഗം വാദം. മുഖം കഴുകാൻ ബാത്റൂമിലേക്ക് പോയ ഗ്രീഷ്മ ഷാരോൺ വിഷം കലർന്ന കഷായം കുടിക്കുന്നത് കണ്ടില്ലെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ അന്തിമവാദത്തിലെ തുറുപ്പുചീട്ട്. എന്നാൽ ആ വാദത്തിന്റെ എല്ലാം മുനയൊടിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞത് കൊലയാളിയെ തിരിച്ചറിയാൻ കോടതിയെ സഹായിച്ചു. ഇനി അറിയേണ്ടത് ഗ്രീഷ്മയ്ക്ക് എന്ത് ശിക്ഷ ലഭിക്കുമെന്നാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.